السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകലനികല മേഖലകളിലും അംഗീകരിച്ച് അനുസരിച്ചു യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, അതിനായി ആശിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സൂറത്തുൻ നജ്മിലെ 10 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ 11 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. തൊട്ടുമുമ്പുള്ള ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളത്, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ, വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്കിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 പ്രാവശ്യമാണ് യഥാർത്ഥ രൂപത്തിൽ, 60 ചിറകുകളുള്ള ആ യഥാർത്ഥ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടതെന്നും ആ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സവിശേഷതകളും ആ കണ്ട രീതിയുമൊക്കെയാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്. 2 സമയത്താണ് യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുള്ളത്. അല്ലാത്ത സമയങ്ങളിൽ ആ വഹിയുമായി വരുമ്പോൾ ചിലപ്പോൾ ശബ്ദങ്ങൾ മാത്രമാണ് കേൾക്കുക, ചില സന്ദർഭങ്ങളിൽ മനുഷ്യരൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുക. ഇങ്ങനെ പല രൂപങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ രൂപത്തിൽ 2 പ്രാവശ്യമാണ് കണ്ടത്. ഒന്നാമത്തേത് മക്കയിൽ വെച്ചുകൊണ്ടാണ്. അതിനെപ്പറ്റിയാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത്. തുടർന്നുള്ള 2 ആയത്തുകളും 11, 12 ആയത്തുകളും ഭൂമിയിൽ നിന്ന് മക്കയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടതിൻ്റെ ബാക്കിയാണ് അല്ലാഹു തആല 11, 12 ആയത്തുകളിൽ പറയുന്നത്. മാ കദബൽ ഫുആദു മാ റആ അഫതുമാറൂനഹു അലാ മാ യറാ. കദബ കളവാക്കി, മാ കദബ കളവാക്കിയില്ല, മാ കദബ കളവാക്കിയില്ല. ഫുആദ് ഹൃദയം, മാ കദബൽ ഫുആദു ഹൃദയം കളവാക്കിയില്ല. മാ റആ, റആ കണ്ടു, റആ കണ്ടു. മാ റആ അദ്ദേഹം കണ്ട ഒന്നിനെ, ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മാ കദബൽ ഫുആദു മാ റആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടതിനെ ഹൃദയം കളവാക്കിയില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടു. ആ കണ്ട വിഷയത്തെ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും അതിനെ കളവാക്കുകയോ അതിനെ തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് അവിശ്വാസികളോട് തുടർന്ന് അല്ലാഹു തആല ചോദിക്കുകയാ, കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ വിശ്വസിച്ചു, അത് സത്യപ്പെടുത്തി. പക്ഷേ നിങ്ങൾ അഫതുമാറൂനഹു അലാ മാ യറാ, അഫതുമാറൂനഹു എന്നിരിക്കെ നിങ്ങൾ അദ്ദേഹത്തോട് തർക്കം നടത്തുകയാണോ? നിങ്ങൾ അദ്ദേഹത്തോട് തർക്കം നടത്തുകയാണോ? മക്കയിലെ മുശ്രിക്കുകളോട്, ഖുറൈശികളോട് അല്ലാഹു തആല ചോദിക്കുകയാ. ജിബ്രീലിനെ മുഹമ്മദ് നബി നേരിട്ട് കണ്ടു. കണ്ട അദ്ദേഹം അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു തന്നു. അതിൽ അദ്ദേഹം വിശ്വസിച്ചു. അതിൽ തർക്കിക്കുകയോ അതല്ലെങ്കിൽ അതിനെ നിഷേധിക്കുകയോ കളവാക്കുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല. എന്നിട്ട് അഫതുമാറൂനഹു എന്നിരിക്കെ നിങ്ങൾ അദ്ദേഹത്തോട് തർക്കം നടത്തുകയാണോ? അലാമ ഒന്നിന്റെ മേൽ യറ അദ്ദേഹം കണ്ടു. അദ്ദേഹം കണ്ട ഒന്നിന്റെ പേരിൽ നിങ്ങൾ സംശയിച്ചുകൊണ്ട് അങ്ങോട്ട് തർക്കം നടത്തുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കീങ്ങളോട് ചോദിക്കുന്നു. കണ്ട വിഷയം, കണ്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ വിശ്വസിച്ചു. കണ്ട ഞാനവിടെ നിൽക്കട്ടെ, കണ്ട ഞാനല്ല, അതിനേക്കാളും കേട്ട ഞാനാണ് അതിൽ ഉഷാറ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട ആ വിഷയത്തിൽ നിങ്ങൾ തർക്കം നടത്തുകയാണോ? അതിൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുകയാണോ? അതിൽ നിങ്ങൾ സംശയിച്ച് കൊണ്ടിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കീങ്ങളോട് ചോദിക്കുകയാണ്. ഇതിൽ നമുക്കും പാഠമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടു എന്ന് അല്ലാഹു പറയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് പഠിപ്പിച്ചു തരുമ്പോഴും നമ്മൾ തർക്കിക്കുക, അങ്ങനെ ഉണ്ടാകുമോ? 600 ചിറകോ
അതേപോലെ പിന്നെ കൃത്യമായ ഒരു പീഠത്തിലോ ഇതൊക്കെ അങ്ങനെ ഉണ്ടാകുമോ എന്ന് നമ്മൾ സംശയിക്കാൻ പാടില്ല, നമ്മൾ അതിൽ വിഷയത്തിൽ തർക്കിക്കാൻ പാടില്ല. അതൊരിക്കലും ശരിയായ രീതിയല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ 12 വരെയുള്ള ആയത്തുകളിൽ ഭൗതികമായ ജീവിതത്തിൽ ഇഹലോകത്ത് വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ സാക്ഷാ രൂപത്തിൽ കണ്ടതാണ് അള്ളാഹു പറയുന്നതെങ്കിൽ, തുടർന്നുള്ള 13 മുതലുള്ള 18 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ ഉപരിലോകത്ത് വെച്ചുണ്ടായ സംഭവത്തെ കുറിച്ചാണ് അടുത്ത വചനങ്ങളിൽ പറയുന്നത്. ഇസ്രാഇന്റെ രാത്രിയിൽ നമുക്കൊക്കെ ചരിത്രം അറിയാവുന്നതാണ്, അതിലേക്ക് പോകല്ല. ആ ഇസ്രാഇന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടതിനെ കുറിച്ചാണ് 13ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ, ലഖദ് തീർച്ചയായും, റആ കണ്ടു. റആ എന്ന പദം മുകളിലും കഴിഞ്ഞു പോയി. 11ാമത്തെ ആയത്തിലുണ്ട്, 12ാമത്തെ ആയത്തിൽ യറ എന്ന പദമുണ്ട്, കാണുക, കണ്ടു എന്ന ആ പദം വന്നിട്ടുണ്ട്. അതേ പദം തന്നെ, റആ കണ്ടു. ലഖദ് തീർച്ചയായും, റആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ആരെ? ഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ. നസ്ലതൻ ഒരു ഇറക്കത്തിൽ, ഉഖ്റ മറ്റൊരു ഇറക്കത്തിൽ, മറ്റൊരു പ്രാവശ്യവും കൂടെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ, തീർച്ചയായും അദ്ദേഹം അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഇറക്കത്തിലും മറ്റൊരു പ്രാവശ്യവും ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്. അതെപ്പോഴാ കണ്ടത്? അതെവിടെ വെച്ചാ കണ്ടത്? അതാണ് അല്ലാഹു തആല പറയുന്നത്. ഇൻദ സിദ്റത്തിൽ മുൻതഹാ, ഇൻദ അടുക്കൽ, ഇൻദ അടുക്കൽ. സിദ്റ എന്ന് പറഞ്ഞാൽ ഇലന്തമരം എന്നൊക്കെയാണ് അർത്ഥം. സിദ്റത്ത് പിന്നെ ഇലന്തമരം, മുൻതഹ അറ്റം അല്ലെങ്കിൽ അതിർത്തി, ഒടുക്കത്തെ എന്നർത്ഥമൊക്കെ വെക്കാം. അപ്പൊ സിദ്റത്ത് പറഞ്ഞാൽ ഇലന്തമരം, മുൻതഹ അറ്റത്തെ ഇലന്തമരം. ഇൻദ സിദ്റത്തിൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ അഥവാ അറ്റത്തെ ഇലന്തമരത്തിനടുത്ത് വെച്ച്. ഈ ഇലന്തമരം സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത് ഭൗതികമായ ജീവിതത്തിലുള്ളതല്ല, അത് ഉപരിലോകത്തിലുള്ള ഒരു വൃക്ഷമാണ്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. സിദ്റത്തുൽ മുൻതഹ എന്നത് ഉപരിലോകത്തെ, അദൃശ്യ ലോകത്തെ വൃക്ഷമാണ്. വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും കണ്ടതിൽ കവിഞ്ഞ് അതിനെപ്പറ്റി ആ സിദ്റത്തുൽ മുൻതഹയെ കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ, നമ്മൾ കാണുന്ന ഒരുപാട് മരങ്ങളുണ്ട്, ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, അതുമായി ഒന്നും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അള്ളാഹുവിന്റെ റസൂൽ അതിനെക്കുറിച്ച് എന്താണോ പറഞ്ഞത് അവിടെ നിൽക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങളിലേക്കൊന്നും നമ്മൾ പോകാതിരിക്കുക. മിഅ്റാജിന്റെ സംഭവം നമുക്കൊക്കെ അറിയാം. ഇസ്രാ മിഅ്റാജ് സംഭവം അത് അറിയാത്തവർ, അതിന്റെ ചരിത്രം കേൾക്കാത്തവർ ആരും ഉണ്ടാവുകയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം കൂട്ടിക്കൊണ്ടുപോയി ആകാശങ്ങളിലേക്ക് പോയത്, അവിടെ പ്രവാചകന്മാരെ കണ്ടത്, ആ വിഷയം പറയുന്ന സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7ാം ആകാശത്തിൽ വെച്ചുണ്ടായ സംഗതികളൊക്കെ വിവരിക്കുന്നുണ്ട്. ആ വിവരിക്കുന്നതിന്റെ ഇടക്ക് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പിന്നീട് എന്നെ സിദ്റത്തുൽ മുൻതഹയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. എവിടേക്ക്? സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സിദ്റത്തുൽ മുൻതഹ, ആ വൃക്ഷത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ ഫലങ്ങൾ വലിയ തോൽക്കുടങ്ങളെ പോലെയാണ്. ആ സിദ്റത്തുൽ മുൻതഹയിലെ അതിന്റെ ഫലങ്ങൾ തോൽക്കുടങ്ങളെ പോലെയാണ്. വഇദാ വറഖുഹ, ആ സിദ്റത്തുൽ മുൻതഹയുടെ ഇലകൾ മിസ്ലു ആദാനിൽ ഫീല, ആനയുടെ ചെവികൾ പോലെയാണ്. ആനയുടെ ചെവികൾ പോലെയാണ് സിദ്റത്തുൽ മുൻതഹയുടെ ഇല. ഒരുപക്ഷെ നമുക്കൊന്നും അത് ചിന്തിച്ചാലും അറ്റം കിട്ടുകയില്ല. അതുകൊണ്ട് അള്ളാഹുവും അവന്റെ പ്രവാചകനും പറഞ്ഞേടത്ത് നിൽക്കുക. മനസ്സിലായില്ലേ? തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ റബ്ബിന്റെ കൽപ്പനകളിൽ നിന്നും അതിനെ ആവരണം ചെയ്തതെല്ലാം ആവരണം ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ആർക്കും തന്നെ അതിന്റെ നന്മയെ വിവരിക്കുവാൻ സാധ്യമല്ല, അതിന്റെ സൗന്ദര്യം വർണ്ണിക്കുക സാധ്യമല്ല. അത്രത്തോളം വർണ്ണത്തിലും സൗന്ദര്യത്തിലുമാണ് ഈ സിദ്റത്തുൽ മുൻതഹയുള്ളത് എന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോ സിദ്റത്തുൽ മുൻതഹയുടെ അരികിൽ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത് ജിബ്രീലിനെ കണ്ടത്. ഈ സിദ്റത്തുൽ മുൻതഹ എവിടെയാണ്? അതാണ് 15ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്. ഈ സിദ്റത്തുൽ മുൻതഹ എവിടെയാണ്? ഇൻദഹാ ജന്നത്തുൽ മഅ്വാ, ഇന്ദ അടുക്കൽ, അതിന്റെ അടുക്കലാണ്. ഏതിന്റെ? സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കലാണ്. ഇൻദഹാ സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കലാണ് ജന്നത്ത്, സ്വർഗം, അൽ മഅ്വാ,
വാസസ്ഥലത്തിന്റെ സ്വർഗം ജന്നത്തുൽ മഅവയുള്ളത് ആ സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തുടർന്ന് പറയുകയാണ്, സിദ്റത്തുൽ മുൻതഹയുള്ളത് എവിടെയാണ്? ഇൻദഹ ജന്നത്തുൽ മഅവ, അതിനടുത്താണ് താമസിക്കാനുള്ള സ്വർഗമുള്ളത്. ആ ജന്നത്തുൽ മഅവയുടെ അരികെയാണ് എന്തുള്ളത്? സിദ്റത്തുൽ മുൻതഹയുള്ളത്. ഇനി ആ കൂടിക്കാഴ്ചയെ കുറിച്ച് പറയാം. അതിന്റെ അരികിൽ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടത്. ആ സമയം ഇത് യഗ്ഷാ മൂടിയ സന്ദർഭം, അസ്സിദ്റ ആ ഇലന്ത മരത്തെ, സിദ്റത്തുൽ മുൻതഹയെ മൂടിയ സന്ദർഭം, മാ യഗ്ഷാ മൂടിയതെല്ലാം, ആവരണം ചെയ്തതെല്ലാം ആവരണം ചെയ്ത ആ സന്ദർഭത്തിലാണ്, അപ്പോഴാണ് ആ കൂടിക്കാഴ്ചയുണ്ടായത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇത് യഗ്ഷാ സിദ്റത മാ യഗ്ഷാ, ആ ഇലന്ത മരത്തെ ആവരണം ചെയ്യുന്നതൊക്കെ അതിനെ ആവരണം ചെയ്തിരുന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപരിലോകത്ത് വെച്ചുകൊണ്ട് കണ്ടു. ഇനി പറയാണ് ആ കാഴ്ചയെ കുറിച്ച്, അത് യഥാർത്ഥത്തിൽ തന്നെയാണ്, അത് ഒരു സ്വപ്നമൊന്നുമല്ല. അങ്ങനെയൊക്കെ തർക്കങ്ങളുണ്ട്. അത് സ്വപ്നമാണോ, ഉടലോടുകൂടെയാണോ? ഉടലോടുകൂടെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകാശരോഹണം ഉണ്ടായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറിപ്പോയിട്ടുള്ളത് അതൊരു സ്വപ്നം മാത്രമൊന്നുമല്ല. അല്ലാഹു തആല തുടർന്ന് പറയുന്നു, മാ സാഗൽ ബസ്വറു വമാ ത്വഗാ, മാ സാഗൽ ബസ്വറു, മാ സാഅ തെറ്റിയിട്ടില്ല. എന്ത്? അൽ ബസ്വറു കാഴ്ച, ദൃഷ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കണ്ട ആ കാഴ്ച, സിദ്റത്തുൽ മുൻതഹയെയും അതിന്റെ രൂപവും അതേപ്രകാരം ജിബ്രീലിനെ നേരിട്ട് കണ്ടതും ആ കാഴ്ചയൊന്നും മാസാക, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ച തെറ്റിപ്പോയിട്ടൊന്നുമില്ല. വമാ ത്വഗാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിക്രമിച്ചു പോയിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്രമം വിട്ട് ഒന്നും പെരുമാറുകയോ കാഴ്ചക്ക് വല്ല കുഴപ്പവും സംഭവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് യഥാർത്ഥ രൂപത്തിലാണ് കണ്ടത്. ആ കാഴ്ച യഥാർത്ഥമായിരുന്നു, അത് സത്യം തന്നെയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. മാസാഗൽ ബസ്വറു വമാ ത്വഗാ, നബിക്ക് കാഴ്ച തെറ്റിപ്പോയില്ല, അത് ക്രമം വിട്ടതും ഇല്ല. തുടർന്ന് അല്ലാഹു പറയുന്നു, അത് മാത്രമല്ല കണ്ടത്. ഏത്? ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു, അതുപോലെ സിദ്റത്തുൽ മുൻതഹ കണ്ടു. അത് മാത്രമല്ല, ആ ഇസ്രാ മിഅ്റാജിന്റെ ആ സംഭവത്തിൽ, ആകാശരോഹണത്തിൽ കണ്ടിട്ടുള്ളത് മറ്റു പലതും കണ്ടിട്ടുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, ലഖദ് തീർച്ചയായും, മുകളിൽ ഒരു ലഖദ് കഴിഞ്ഞു അല്ലേ? മുകളിൽ ഒരു ലഖദ് കഴിഞ്ഞു. 13ാമത്തെ ആയത്തിൽ ലഖദ് തീർച്ചയായും. ചില സ്ഥലങ്ങളിലൊക്കെ ലഖദ് എന്നതിന് തീർച്ചയായും എന്ന അർത്ഥമുണ്ട്, ലഖദിന് ചിലപ്പോൾ എന്ന അർത്ഥവും വരാറുണ്ട്. പക്ഷെ ഇവിടെ ലഖദ് തീർച്ചയായും, റആ കണ്ടു, റആ എന്ന പദവും ധാരാളം കഴിഞ്ഞു പോയി മുകളിലെ ആയത്തിൽ. ലഖദ് റആ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർച്ചയായും കണ്ടു. മിൻ ആയാത്ത്, ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ, മിൻ ആയാത്ത് ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, റബ്ബിഹി അവന്റെ രക്ഷിതാവിന്റെ, തന്റെ രക്ഷിതാവിന്റെ, മുഹമ്മദ് നബിയുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് കണ്ടു. അൽ കുബ്റാ, അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്. റഹ്മാനായ റബ്ബിന്റെ ഗൗരവമായ, മഹനീയമായ, മഹത്തായ പല ദൃഷ്ടാന്തങ്ങളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർച്ചയായും അവിടെ വെച്ചുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, തീർച്ചയായും തന്റെ രക്ഷിതാവിന്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹം കാണുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ജിബ്രീലിനെ കണ്ടു, സിദ്റത്തുൽ മുൻതഹ കണ്ടു, സ്വർഗം കണ്ടു, അങ്ങനെ പലതും, പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടതായി നമുക്ക് പിന്നീട് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട ഈ വിഷയത്തിൽ ഒരു സംശയവും വിശ്വാസികളാകുന്ന ആളുകൾക്കുണ്ടാകാൻ പാടില്ല. മുസ്ലിമീങ്ങളിൽ പല ആളുകളും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല പഠിപ്പിച്ചു തന്ന പല കാര്യങ്ങളും നിഷേധിക്കുകയോ ആ വിഷയത്തിൽ തർക്കിക്കുകയോ സംശയിക്കുന്ന പലരെയും കാണാൻ കഴിയും. സ്വറാത്ത് പാലത്തിനെ സംശയിക്കുന്നവർ, അതിൽ തർക്കിക്കുന്നവർ, അതിൽ സംശയം ഉണ്ടാകുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? അതേപോലെ സിദ്റത്തുൽ മുൻതഹയുടെ വിഷയത്തിൽ, ഇസ്രാ മിഅ്റാജിന്റെ ആ യാത്രയെക്കുറിച്ച് ഇതിലൊന്നും ഒരു തർക്കവും പാടില്ല എന്ന മഹനീയമായ പാഠമാണ് ഈ ആയത്തുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ വിഷയത്തിൽ അതിനെ കളവാക്കുകയോ അതിനെ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ട പ്രവാചകൻ അതിൽ വിശ്വസിച്ചവരാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് കുതർക്കവും അതിൽ സംശയവും പ്രകടിപ്പിക്കുന്നത് എന്നതാണ് റഹ്മാനായ റബ്ബിന്റെ ചോദ്യം. അതോടുകൂടെ ഈ ആയത്തുകളിൽ നിന്ന് കിട്ടുന്നത്, സിദ്റത്തുൽ മുൻതഹയുടെ അരികിൽ വെച്ചുകൊണ്ടാണ് കണ്ടത്. ആ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു വൃക്ഷമല്ല, അതല്ലെങ്കിൽ ഒരു അലങ്കാര രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും അല്ല, മറിച്ച് ആകാശ ലോകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു യഥാർത്ഥ വൃക്ഷം തന്നെയാണ് സിദ്റത്തുൽ മുൻതഹ.
അതൊരു ഉപമയായി പറഞ്ഞതല്ല. സിദ്റത്തുൽ മുൻതഹ എന്നത് ഉപരിലോകത്തിലുള്ള ഒരു വൃക്ഷമാണ്. അങ്ങനെ ഒരു വൃക്ഷം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. നമ്മുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ എന്നാൽ നമ്മൾ ഖുർആനിൽ യഥാർത്ഥ വിശ്വാസം ഉള്ളവരായി തീരുകയുള്ളൂ. മാത്രവുമല്ല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു പല അത്ഭുതങ്ങളും അവിടെ വെച്ചുകൊണ്ട് കണ്ടിട്ടുണ്ട്. ധാരാളം അത്ഭുതകരമായ റഹ്മാനായ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ കാഴ്ചയിലൊന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പാകപ്പിഴവുകളോ അതല്ലെങ്കിൽ വല്ല അമളിയോ എന്തെങ്കിലും കാഴ്ചക്ക് വല്ല പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് അള്ളാഹുവിന്റെ റസൂല് കൃത്യമായി ഗ്രഹിക്കുകയും അത് നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് സത്യം തന്നെയാണ്. ഒരു പിഴവും പ്രിയപ്പെട്ട പ്രവാചകന് ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബിന്റെ അരികിൽ നിന്നുള്ള വഹയ്, ആ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോട് പ്രബോധനം നടത്തുന്നത്. ആ വഹയ് ലഭിക്കുന്ന മാർഗം ഈ രീതിയിലൊക്കെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആ വിഷയം കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, അത് വിശ്വസിക്കാൻ അല്ലാഹു തആല അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പഠിച്ച ആയത്തുകളുടെ അർത്ഥം ഒന്നുകൂടി നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ കദബൽ ഫുആദു മാ റആ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ആ കാഴ്ച അദ്ദേഹത്തിന്റെ ഹൃദയം നിഷേധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഹൃദയം അതിനെ കളവാക്കിയിട്ടില്ല. ആ കാഴ്ചകളൊന്നും അഫതുമാറൂനഹു അലാ മാ യറാ എന്നിരിക്കെ, അദ്ദേഹം നിഷേധിച്ചിട്ടില്ല എന്നിരിക്കെ അദ്ദേഹം നേരിൽ കാണുന്നതിന്റെ പേരിൽ നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ? അദ്ദേഹം കണ്ട ആ വിഷയത്തെ നിങ്ങൾ അതിൽ തർക്കിക്കുകയാണോ? അദ്ദേഹം അതിനെ കളവാക്കിയിട്ടില്ല. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ. മറ്റൊരു ഇറക്കത്തിലും മറ്റൊരു പ്രാവശ്യവും കൂടി മുഹമ്മദ് നബി ആ മലക്കിനെ അഥവാ ജിബ്രീലിനെ ശരിയായ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. അതെവിടെ വെച്ചാണ്? ഇൻദ സിദ്റത്തിൽ മുൻതഹ. അറ്റത്തെ സിദ്റത്ത് ഇലന്തി മരം, ഇന്ത അടുക്കൽ, ഇന്ദ സിദ്റത്തിൽ മുൻതഹ, അറ്റത്തെ ഇലന്ത മരത്തിനടുത്തു വെച്ചാണത്. ഇൻദഹ ജന്നത്തുൽ മഅ്വാ. ഇന്ദഹ അതിനടുത്താകുന്നു ജന്നത്തുൽ മഅ്വാ, താമസിക്കാനുള്ള സ്വർഗം. ഇന്ദഹ ജന്നത്തുൽ മഅ്വാ, അതിനടുത്താകുന്നു താമസിക്കാനുള്ള സ്വർഗം. ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശ. ആ സിദ്റത്തുൽ മുൻതഹയെ, ഇലന്ത മരത്തെ ആവരണം ചെയ്യുന്നതൊക്കെ അതിനെ ആവരണം ചെയ്തിരുന്നപ്പോൾ മാ സാഗൽ ബസ്വറു വമാ ത്വഗാ. നബിയുടെ ദൃഷ്ടി, നബിയുടെ കാഴ്ച തെറ്റിപ്പോയിട്ടില്ല, അതിക്രമിച്ചു പോയിട്ടുമില്ല. ലഖദ് റഅ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ. തീർച്ചയായും തന്റെ നാഥന്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത് അദ്ദേഹം കാണുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.